തിരുവന്യ തിരുമേനിമാർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അഭിമന്യനായ ബാബു പോൾ സാറിന് എൻ്റെ പ്രണാമം. ശ്രീ ബാബു പോൾ സാർ എനിക്ക് ആരായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സർവീസിലുള്ളപ്പോൾ അന്നും ഒരു 15 വർഷം ഞാൻ MLA-യും മന്ത്രിയുമായിരുന്നു. ഞാൻ മന്ത്രിയായപ്പോൾ ഓർക്കുന്നു, എന്നോട് ചോദിച്ചു, കാർത്തികൻ എന്താണ് എന്നെ സാറെന്ന് വിളിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനായി ക്ലാസ് റൂമിലില്ലെങ്കിലും ഒരാളിനെ എന്തുകൊണ്ട് സാറെന്ന് വിളിച്ചുകൂടാ? ഞാൻ അദ്ദേഹത്തെ ആദ്യം ശ്രദ്ധിക്കാൻ കാരണം ഞാൻ ഒരിക്കൽ കാണുമ്പോൾ പറയുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന CK പണിക്കരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം. ഒരാളിന്റെ വിയോഗം എത്രത്തോളം ഒരു വ്യക്തിയെ എത്രത്തോളം സങ്കടത്തിലാക്കും എന്നുള്ളതിന്റെ സങ്കടങ്ങൾ ഒരുപാട് വരും. പക്ഷെ ഇതെങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്? അതിനുമുമ്പ് എനിക്ക് ഓർമ്മയുള്ള ശ്രീ K ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്. CK പണിക്ക് എനിക്ക് വീക്കിലി ഏതാണെന്ന് ഓർമ്മയില്ല, പത്രം ഓർമ്മയില്ല, ഒരു സൺഡേ മാഗസിനിലായിരുന്നു. അത് ഒരു സൗഹൃദമാണോ സഹോദര ബന്ധമാണോ എന്താണെന്നറിയില്ല. അപ്പൊ അവിടെ ഞാൻ കണ്ടതൊരു എഴുത്തുകാരന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിനെയും മനസ്സിന്റെ ആഴങ്ങളെയുമാണ് കണ്ടത്. ശ്രീ ബാബു പോൾ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ചില സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ ബാബു പോൾ സാറിന്റെ അദ്ദേഹത്തിന്റെ ഫയലിലെ സാഹിത്യവും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വന്നപ്പോഴൊക്കെ ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നമുക്ക് ഉദ്യോഗസ്ഥ